കൊച്ചിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കളമശ്ശേരിയിലെ ആദ്യ ഓട്ടോ സ്റ്റാൻഡിനെയാണ് തറവാട് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു തറവാടെന്ന പോലെയാണ് സ്റ്റാൻഡിലെ ഇവരുടെ ജീവിതം. ഈ സൗഹൃദങ്ങളുടെ കഥയൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാൻഡുകളാണ്. വർഷങ്ങളായി നാടിൻ്റെ മുക്കിലും മൂലയിലും കൂടുന്ന ഒരുപാട് ഓട്ടോ ചേട്ടന്മാരുള്ള നഗരം കൂടിയാണ് നമ്മുടെ കൊച്ചി. അതിലൊന്നാണ് കളമശ്ശേരി. കളമശ്ശേരിയിലെ വർഷങ്ങളായുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവരിതിനെ തറവാട്ട് സ്റ്റാൻഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് കളമശ്ശേരിയിലെ ആദ്യത്തെ ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് പലയിടങ്ങളിലേക്കായി ഓട്ടോ സ്റ്റാൻഡ് വ്യാപിക്കുകയും ചെയ്തു. അവിടുത്തെ വർഷങ്ങളായി ഓടുന്ന ഓട്ടോ ചേട്ടന്മാരാണ് നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിലെ തന്നെ ആദ്യ ഓട്ടോ സ്റ്റാൻഡുകളിലൊന്നാണ് കളമശ്ശേരിയിലേത്. 100ഓളം ഓട്ടോറിക്ഷകൾ ഇവിടെ സർവീസ് നടത്തുന്നു. പറയാനുള്ളത് പതിറ്റാണ്ടുകളുടെ ചരിത്രം. മിനിമം ചാർജ് 30 പൈസയായിരുന്ന കാലത്ത് തുടങ്ങിയ സൗഹൃദമാണ് ഈ ഓട്ടോറിക്ഷ കളത്തിലുള്ളത്. എനിക്ക് ഓർമ്മ കാലത്ത് പോലെ ഉണ്ട്. എനിക്ക് 60 പൈസ ആവുന്നുണ്ട്. അത് അപ്പോഴൊക്കെ ഈ സ്റ്റാൻഡുണ്ട്. അന്ന് ലാംബി ഓട്ടോ ആണ്. അത് മിനിമം 50 പൈസയായിട്ട് മിനിമം ചാർജ് ഉള്ളൂ. പിറന്നാൾ, കല്യാണം, ചികിത്സ തുടങ്ങി സഹപ്രവർത്തകരുടെ സുഖദുഃഖങ്ങളിൽ ഒരു മനസ്സോടെ ഇവരുണ്ടാവും. അങ്ങനെയല്ല, എല്ലാവരോടും സഹകരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ഒരു സ്റ്റാൻഡിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിൽ നമ്മൾ ഉണ്ടാവും. നല്ല സൗഹൃദമാണ് എല്ലാവരുമായിട്ടും. ജാതി മത ഇതില്ലാണ്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം തന്നെ. വഴക്കിടാറൊന്നുമില്ല. എല്ലാവരും നല്ല സ്വരമോടുകൂടി തന്നെ പോകാം. സൗഹൃദം ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങളായിട്ട് കൂട്ടായ്മയായിട്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. ഒരുപാട് ഞാനത് 39 വർഷമായി ഞാൻ വണ്ടി ഓടിക്കൽ തുടങ്ങിയിട്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ കൂട്ടുകാർ പലരും മൺമറഞ്ഞു, പലരും പല വഴി പിരിഞ്ഞു. 39 വർഷത്തെ ഓർമ്മകൾ അബ്ദുൽ കരീമിന്റെ മനസ്സിൽ മിന്നിമറയുന്നുണ്ട്. ഒരു മുരുകൻ ചേട്ടൻ, പിന്നെ ഒരു കുടിലിൽ മുഹമ്മദ്, ബാക്കി അത്രയൊക്കെ അവരൊക്കെ മരണപ്പെട്ടു. ബാക്കിയവരൊക്കെ ഒരു സുഖമില്ലാതെയൊക്കെ അങ്ങനെ പിരിഞ്ഞു പോയതാണ്. തിരക്കുകൾക്കിടയിൽ, ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഈ ഓട്ടോ സ്റ്റാൻഡാണ് ഇവരുടെ ആശ്വാസ തീരം. ഞങ്ങൾ ഈ ലഹരി, കള്ള്, മദ്യം അങ്ങനെയൊന്നും ഞങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അത് ചെറുപ്പത്തിലേ തൊട്ട് ഞങ്ങളില്ല. അതൊരു സമാധാനമുണ്ട്. കിട്ടുന്ന നമ്മൾ 10 രൂപ അരി 50 രൂപ ആയാലും വീട്ടിൽ കൊണ്ടുപോയി അതിനുള്ള അരി സാധനം എടുത്ത് കുഞ്ഞുമക്കളെ കൊണ്ടുപോയി നമ്മൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. ആ ഒരു സമാധാനമുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ വലിയ സന്തോഷങ്ങളൊക്കെയാണ് ഇവരെ മുന്നോട്ട് നടത്തുന്നതും ഈ പ്രായത്തിലും മുന്നോട്ടുള്ള ജീവിതത്തെ സന്തോഷത്തോടു കൂടി നയിക്കുന്നതും ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ തന്നെയാണ്. കളമശ്ശേരിയിൽ നിന്ന് KS അഭിജിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24.